നമസ്കാരം. കറുപ്പും ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പും അൽമുക്തദാർ ജ്വല്ലറി അടച്ചിടുന്ന മാസങ്ങളായി ഭാഗ്യവേദുവിന് ഇരട്ടി സ്വർണവും പണിക്കൂലിയില്ലാതെ സ്വർണം സ്കെറ്റ് ഉരുപ്പിടിയാക്കുന്ന വിദ്യയുമായി വന്ന ഭാഗ്യ കൗർ മുഹമ്മദ് മൻസൂറിനെ കാണാനില്ല. FIR ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് കരക്കമ്പികൾ. ഇത്രയും മാസമായിട്ടും പരാതി പ്രളയം ഉണ്ടാകുന്നതിന് കാരണം മതപരമായ സമ്മർദ്ദമായിരിക്കും. അനാഥരായ ജീവനക്കാരെയും ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരെയും പെൺമക്കളുടെ വിവാഹം മുടങ്ങിയവരും എല്ലാം മതം മേലാകുന്നവരുടെ ഭീഷണിയാണ്. ലൈവ് ലൊക്കേഷൻ കാണിച്ചു നമുക്ക് എന്തോ ഒരു കാര്യം ഞാൻ പറയാം. അയാള് നാളെത്തരം കഴിഞ്ഞ് ഇന്ത്യ വിട. അയാൾക്ക് ഒരു FIR പോലും ഇല്ല. ഞാൻ അന്വേഷിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു FIR അയാളുടെ പേരിൽ ഇതുവരെ ആയിട്ടില്ല. ഇതിപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയട്ടെ, കൂടുതൽ മീഡിയകള് ഞാൻ 3 ദിവസമായി എല്ലാ മീഡിയകളെയും വിളിക്കുക. പക്ഷെ ഒരു മീഡിയ പോലും വന്നിട്ടില്ല. കാരണം നമുക്ക് എന്താണെന്ന് അതിന് മനസ്സിലാക്കാൻ പറ്റിയത് 1000 രൂപ ഒരുത്തൻ ഒരാളിൽ നിന്ന് കടം മേടിച്ച് കൊടുത്തില്ലെങ്കിൽ അപ്പോഴേ ബ്രേക്കിംഗ് ന്യൂസ്, ഫ്ലാഷ് ന്യൂസ് എല്ലാം വരും. സത്യത്തിൽ ഇവിടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ പോലും കയ്യിലെടുത്തുകൊണ്ട് മൻസൂർ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകളെ പറ്റിച്ചിരിക്കുകയാണ്. ഇതില് 1 ലക്ഷം മുതൽ 5 കോടി രൂപ വരെയുള്ള, അതായത് ഞാനൊരു പൊതുവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്റെ അടുത്ത് 50 പേരുടെ പ്രൊഫൈൽ ഇരിപ്പുണ്ട്. നാളെ വർക്കലയിലെ മകളുടെ കല്യാണമുള്ള 3 ഫാമിലി ഉണ്ട്. അവർക്ക് ഇന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ അവരാ മകളുടെ കല്യാണം മുടങ്ങും, അവർ ജീവൻ അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തൊപ്പിയും ഇട്ട് താടിയും വളർത്തി നിങ്ങൾ മുസ്ലിമാണ്, അള്ളാഹുവിന്റെ 100 നാമങ്ങളും ഇട്ട് അവിടെ ഇവിടെ ഒളിച്ചിരുന്ന ഇത്രയും ആളുകൾ, ഈ നിൽക്കുന്ന ഓരോരുത്തരും 5 പേരുടെ പ്രതിനിധികൾ. അതുകൊണ്ട് വളരെ മോശമാണ്. ഇവിടെ ഉദ്യോഗസ്ഥരിപ്പോ അവനെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ബോംബെയിലുണ്ട്, താനായിലുണ്ട്, ഒന്നുമില്ല. ഇനി എവിടെയോ ഇരുന്നു പൈസ, പാവങ്ങളുടെ പൈസ ഞങ്ങള് 3 മാസമായിട്ട് ഒരു മീഡിയക്ക് കൊടുത്തില്ല, ഒന്നിനും കൊടുക്കാതെ ഞങ്ങൾ ഒളിച്ചൊളിച്ചു വെച്ചാൽ പാവങ്ങളുടെ പൈസ കിട്ടുന്നു. ഇപ്പോഴും ഇത് മീഡിയയിൽ കൊടുക്കാനല്ല. മൻസൂറെ, നീ ഇത് കണ്ടുകൊണ്ട് ഈ പാവങ്ങളുടെ പൈസ നീ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ഇവർക്കാർക്ക് ഇൻട്രസ്റ്റും പലിശയും ഒന്നും വേണ്ട. ഇതാരും പലിശ മേടിക്കുന്നവരല്ല. നിന്റെ ബിസിനസിന്റെ ലാഭം കൊടുക്കാമെന്നവരാണ് ഈ പാവങ്ങളെ പറ്റിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഉമ്മായിക്കും ഭാര്യയ്ക്കും സുഖമില്ലെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും വീട്ടില് സുഖമില്ലാത്ത ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, മക്കളുണ്ട്. എന്റെ അടുത്ത് 4 ക്യാൻസർ പേഷ്യന്റുമാരുടെ അവർ കൊടുത്ത പൈസ അവരെ മക്കളെയും കൊണ്ട് RCC നിൽക്കുക. ഇതുവരെ അവരുടെ കോളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് 2000 കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ്. അനന്തകൃഷ്ണൻ 1000 കോടി രൂപയാണ് തട്ടിച്ചതെങ്കിൽ ഇത് 2000 കോടി രൂപയാണ്. വീണ്ടും ഞാൻ പറയുന്നു, പാവത്തുങ്ങളാരെങ്കിലും 1000 രൂപ കടം വാങ്ങിയാൽ അപ്പൊ തന്നെ FIR ഇടുകയും അപ്പൊ തന്നെ കേസെടുക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു പൊട്ടിത്തെറി കാത്തിരിക്കുകയാണ്. അരുതാത്തെന്തെങ്കിലും സംഭവിക്കുന്നവരെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയായിട്ട് പരസ്യം ചെറുത തൊട്ടുകൾ കൊണ്ട് വാതുറക്കാൻ പറ്റാത്ത മുഖ്യധാര മാധ്യമങ്ങൾ അന്റാർട്ടിക്കയ്ക്ക് ടൂർ പോയിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ റഡാറിൽ ഡോക്ടർ എന്ന് വരുമെന്നാണ് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇത് സംബന്ധമായ ഒരു വീഡിയോ 1 മാസം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിരിക്കുമല്ലോ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം.